ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയെക്കുറിച്ച് ഉള്ള ടോക്കാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യൂട്യൂബിൻ്റെ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ സംഗതി ഓണാക്കണം. ഈ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷന് തൊട്ടിപ്പുറമാണ് YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അത് ഓണാക്കി കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. മേളിൽ നമ്മുടെ ചാനലിൻ്റെ നെയിം, താഴെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട്, പിന്നെ അതിൻ്റെ താഴെ നമ്മൾ പോസ്റ്റ് ചെയ്തേക്കുന്ന വീഡിയോസ്, അതിൻ്റെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ. ഏറ്റവും താഴത്തെ ഡാഷ്ബോർഡിലാണ് ഈ സംഗതികളൊക്കെ വരുന്നത്. പല പല സെക്ഷനായിട്ടാണ് ഇത് വരുന്നത്. ഡാഷ്ബോർഡ്, കണ്ടൻറ്റ്, അനലൈറ്റിക്സ്, കമ്മ്യൂണിറ്റി, പിന്നെയാണ് അതിൽ മോണിറ്റൈസേഷൻ്റെ ക്രൈറ്റീരിയ സംബന്ധിച്ച് നമുക്ക് നോക്കേണ്ട സെക്ഷൻ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏണെന്നുള്ളതാണ്. അപ്പോൾ ഏണെന്നുള്ളതിൽ നിൽക്കുക. അതിൽ നിൽക്കി കഴിയുമ്പോൾ ബിക്കം എ യൂട്യൂബ് പാർട്ട്ണർ, അതായത് ഇങ്ങനത്തെ ഈ ഒരു പേജ് മാറണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് സക്സസ് ആയി വേണം. അതായത് യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാമിലൊരു അംഗം ആകാൻ ഉള്ള ഒരു ഇതാണ് കാണിക്കുന്നത്. സ്റ്റാർട്ട് യുവർ ഏണിംഗ് ജേണി, അതായത് ആയി കഴിയുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നതിൻ്റെ ഒരു ഇതാണ് അതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ ഓരോരോ ഓപ്ഷൻസാണ്. മെമ്പർഷിപ്പ്, സൂപ്പർ ചാറ്റ്, സൂപ്പർ, ഷോപ്പിങ്, അങ്ങനെ പിന്നെയുണ്ട്. താഴേക്ക് കാണിക്കുവാണെങ്കിൽ വാച്ച് ആർട്സ്, ഷോർട്ട് ഫീഡ് ആർട്സ്. ഇതിൽ 3000 വാച്ച് അവർ, അതായത് ലോങ് വീഡിയോസിൽ 3000 വാച്ച് അവർ 365 ദിവസത്തിനുള്ള സക്സസ് ആയാൽ അതിൻ്റെ കൂടെ 1000 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവറും കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാഫ് മോണിറ്റൈസേഷൻ കിട്ടും. അതായത് നമുക്ക് മേളിൽ കാണിച്ച ഈ മെമ്പർഷിപ്പ്, സൂപ്പർ പിന്നെ ഷോപ്പിംഗ്, അങ്ങനെയുള്ള 3 ഈ ഓപ്ഷനുകളും എനേബിളായി കിട്ടും. മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയണേ ലൈവൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുത്ത് പൈസ സെൻഡ് ചെയ്യണം. പിന്നെ സൂപ്പർ ചാറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഡൗൺലോഡ്, ഷെയർ, അങ്ങനെയുള്ള ഓപ്ഷൻ്റെ ഇടയ്ക്ക് സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ നോക്കിയാൽ നമുക്ക് പൈസ സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആമസോണിൽ അതിലൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്യുന്ന പോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾ ടാഗ് ചെയ്യാൻ പറ്റും. അതായത് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഏത് പ്രോഡക്റ്റ് വേണേലും ടാഗ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തോടെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ലോങ് വീഡിയോസിലാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും, അതായത് 4000 വാച്ച് അവർ 365 ദിവസത്തിനുള്ളിൽ പബ്ലിക് വാച്ച് അവർ ആണ് 4000 വാച്ച് അവർ. ഷോർട്സിലാണെങ്കിൽ 10 മില്യൺ വ്യൂസ്, അതും ലാസ്റ്റ് 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ വ്യൂസും 4000 വാച്ച് അവർ വേണം. മറ്റേ 500 വാച്ച് അവർ, അതായത് 3 മില്യൺ ഷോർട്ട് വ്യൂസ് 90 ദിവസത്തിനുള്ളിൽ വേണ്ടത് 500 സബ്സ്ക്രൈബറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ. അപ്പോൾ താഴത്തെ ഉള്ള ഈ വാച്ച് പേജ് ആഡ്സ്, ഷോർട്ട് ഫീഡ് ആഡ്സ് എന്നീ ഓപ്ഷനുകൾ എനേബിൾ ആവുന്നത് നമുക്ക് ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞിട്ടാണ്. അതായത് നമുക്ക് ഫുള്ളായിട്ട് ജോയിന് അന്നേരം നമുക്ക് ഈ സൂപ്പർ ചാറ്റ് പോലെ അല്ലാതെ വേറെ കുറേ ഓപ്ഷനുകൾ ലഭിക്കും. ജോയിന്, അങ്ങനെ കുറേ ഓപ്ഷനുകൾ. അതിൻ്റെ അകത്ത് ഈ വാച്ച് പേജ് ആഡ്സ് എന്നൊക്കെയുള്ളത് നമ്മൾ ലോങ് വീഡിയോസ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് പരസ്യം വന്ന് നമുക്ക് പൈസ ഉണ്ടാക്കുന്നതും. പിന്നെ ഷോർട്ട് ഫീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്സ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പരസ്യം വന്ന് ഇതുപോലെ നമുക്ക് പൈസ കിട്ടുന്നതാണ്. മറ്റേ ഹാഫ് മോണിറ്റൈസേഷന് പരസ്യം ഉണ്ടാകത്തില്ല. ഫുൾ മോണിറ്റൈസേഷൻ ആയാലും പരസ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ
എല്ലാ അവസാനം ഇതെല്ലാം കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്, അതായത് 1000 സബ്സ്ക്രൈബേഴ്സും കടന്നാലും അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ 3 മില്യൺ വ്യൂസ്, അതായത് ഷോർട്സിൽ ലാസ്റ്റ് 90 ദിവസത്തിൽ 3 മില്യൺ വ്യൂസ്, അല്ലെങ്കിൽ 365 ദിവസത്തിൽ 3000 വാച്ച് അവേഴ്സ്, അതായത് പബ്ലിക് വാച്ച് അവർ ലോങ് വീഡിയോസിൽ, അല്ലെങ്കിൽ പബ്ലിക് വാച്ച് അവേഴ്സ് 365 ദിവസത്തിൽ 4000 പബ്ലിക് വാച്ച് അവേഴ്സ്, 365 ദിവസത്തിൽ 1000 സബ്സ്ക്രൈബേഴ്സും, അല്ലെങ്കിൽ 90 ദിവസത്തിൽ 10 മില്യൺ ഷോർട്സും, അതായത് ഒറ്റ ഷോർട്സിന്, മൊത്തം ഷോർട്സിന് കൂടിയല്ല, ഒറ്റ ഷോർട്സിന് 10 മില്യൺ വ്യൂസും ലഭിക്കണം. എന്നെങ്കിൽ നമുക്ക് ഇത് മോണിറ്റൈസേഷന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് നമുക്ക് ഫുൾ മോണിറ്റൈസേഷനുള്ള കിട്ടുള്ളൂ. എന്നാലാണ് നമുക്കിവിടെ കാണിച്ചിരിക്കുന്ന അപ്ലൈ നൗ എന്നുള്ളടുത്ത് ഓപ്ഷൻ എനേബിൾ ആയി വരും അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോയിൽ ഇച്ചിരിയൊക്കെ പതർച്ചയും അങ്ങനെയൊക്കെയാണ്, കാരണം എൻ്റെ ഇത് ഫസ്റ്റ് ടെക് വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില മിസ്റ്റേക്കുകളും ഇതൊക്കെ പറഞ്ഞതിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക, കൂടെ നിൽക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഞാൻ എൻ്റെ ചാനലിൽ ടെക് വീഡിയോസും റിയാക്ഷൻ വീഡിയോസും വ്ളോഗിങ് വീഡിയോസും അങ്ങനെയുള്ള ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എനിക്ക് വേറൊരു ഗെയിമിംഗ് ചാനലുണ്ട്, അതിൻ്റെ പേജിൻ്റെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.